ചിലർ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, ചിലർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. ചിലർ ഇതിൻ്റെ വിക്ടിംസ് ആയിരിക്കും, ചിലർ ഇവിടുത്തെ ഹണ്ടേഴ്സ് ആയിരിക്കും. 11 ഷോർട്ട് വീഡിയോസാണ് ഹണ്ടിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് അതിലത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഹണ്ടിങ്? ഒരാളെ സെലക്ട് ചെയ്യുക, അയാളിലേക്ക് അപ്രോച്ച് ചെയ്യുക, ഒരു റിലേഷൻഷിപ്പ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ലവ് തന്നെയല്ലേ? അല്ല. പ്രണയത്തിനകത്ത് ഫ്യൂച്ചറിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഹണ്ടിങ്ങിനകത്ത് ഈ ഹണ്ടറിന് പ്രത്യേകമായ പ്ലാൻ തന്നെ ഉണ്ടാകും, ഒരിക്കലും കമ്മിറ്റ് ചെയ്യില്ല എന്നുള്ളത്. പ്രണയത്തിനകത്ത് അത് അയാളുടെ ഒരേ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ ഹണ്ടിങ്ങിൽ അയാൾക്ക് ഉറപ്പായിട്ടും വേറെ റിലേഷൻഷിപ്സ് ഉണ്ടാവും. പ്രണയത്തിൽ ഒരാളിലേക്ക് അട്രാക്റ്റ് ആവുന്ന റീസൺസ് എന്ന് പറയുന്നത് അയാളുടെ ഭംഗിയോ ടാലന്റോ ക്യാരക്ടറോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഹണ്ടിങ്ങിൽ ഒരാളിലേക്ക് അട്രാക്റ്റ് ആവുന്നത് അയാൾ വൾണറബിൾ ആണെന്നും അവൈലബിൾ ആണെന്നുമുള്ള അറിവ് കാരണമാണ്. ഒരു ലവർ തൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് അയാളെ ഇഷ്ടമാണ്, ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്നായിരിക്കാം. പക്ഷെ ഒരു ഹണ്ടർ അയാളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കും: കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ഉള്ളതാ, അതുകൊണ്ട് സേഫാ, കമ്മിറ്റ്മെന്റ് ഒന്നും ചോദിക്കത്തില്ല, തലയിലാവത്തില്ല. ലവർ അബ്യൂസീവാ, അപ്പൊ നല്ലൊരു ക്യാച്ചാ, ഇപ്പൊ മുട്ടിയാ കിട്ടും. അടുത്ത വീഡിയോസിൽ ഹണ്ടിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിന്റെ സൊല്യൂഷൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. കുറേ രീതിയിൽ ഹണ്ടറും ലവറും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹണ്ടറിനെ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഹണ്ടറിൽ നിന്നും ലവറിൽ നിന്നും ഒരു പാർട്ട്ണർ അനുഭവിക്കുന്ന ബെനിഫിറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലവ്, റെസ്പെക്ട്, സപ്പോർട്ട്, എൻകറേജ്മെന്റ്, അപ്രിസിയേഷൻ, ഗിഫ്റ്റ് ആൻഡ് സർപ്രൈസസ്, മൂവീസ്, ഔട്ടിങ്സ്, ലോങ് ഡ്രൈവ്സ്, റൊമാൻറ്റിക് ചാറ്റ്സ്, സെക്സ്, ഇതുപോലെയുള്ള ബെനിഫിറ്റ്സ് എല്ലാം രണ്ടിലും സെയിം ആണ്. ഈവൻ ഒരു ലവറും ഒരു ഹണ്ടറും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സും സിമിലർ ആയിരിക്കും. ഐ വിഷ് ഐ കുഡ് മാരി യു, നമ്മളുടെ സാഹചര്യങ്ങൾ ഓക്കെ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഒന്നിക്കാമായിരുന്നു. ഒരുപക്ഷെ നിനക്ക് കുട്ടികളില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നമ്മളൊരേ മതമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നീ കമ്മിറ്റഡ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നിക്കാമായിരുന്നു. ഇങ്ങനെ ഓൾമോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം സിമിലർ ആയിരിക്കും. പക്ഷെ ലവറിന്റെ കേസിൽ അയാൾ ഇതൊക്കെ ആത്മാർത്ഥമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ഒരു ഹണ്ടറിന്റെ കേസിൽ ഇതെല്ലാം ക്ലിയർ മാനിപ്പുലേഷൻസ് ആണ്. അടുത്ത വീഡിയോയിൽ ഹണ്ടറിന്റെ ആക്ച്വൽ ലവേഴ്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. ഹണ്ടേഴ്സിന് ആക്ച്വലി ലവേഴ്സ് ഉണ്ടാവുമോ? അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിലും കമ്മിറ്റ്മെൻറ്റിലേക്കും കല്യാണത്തിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻസ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. കല്യാണം കഴിക്കാൻ അവർക്ക് വേണ്ടത് ഒരു പാവം അല്ലെങ്കിൽ കുടുംബത്തിൽ പിറന്ന നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് അവർ നോക്കുക. കമ്മിറ്റഡ് പാർട്ട്നേഴ്സിൽ നിന്ന് ഹണ്ടേഴ്സ് കുറച്ചുകൂടി ഓണസ്റ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നു മാത്രമല്ല, അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ പോസസീവ് ആയിരിക്കും, കുറച്ച് കൺട്രോളിങ് ഒക്കെ ആയിരിക്കും. ഇൻഫാക്റ്റ് ഈ ഹണ്ടേഴ്സിൻ്റെ ആക്ച്വൽ ലവേഴ്സ് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഹണ്ടേഴ്സ് ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഇരകളാകുന്ന ആൾക്കാർ കുറച്ചുകൂടി ഒരു ഫ്രീഡം അനുഭവിക്കുന്ന റിലേഷൻഷിപ്പിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഇരകളെക്കുറിച്ചുള്ള ഹണ്ടറിൻ്റെ അഭിപ്രായം അത് വേറെ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹണ്ടറിന് ഇരകളെ പറ്റിയുള്ള അഭിപ്രായത്തെക്കുറിച്ചാണ്. ഹണ്ടർ തൻ്റെ ഇരകൾക്ക് വളരെയധികം ഫ്രീഡം കൊടുക്കാറുണ്ടെങ്കിലും ഈ ഇരകളെക്കുറിച്ച് ഹണ്ടറിനുള്ള ഒപ്പീനിയൻ സത്യത്തിൽ വളരെ മോശമായിരിക്കും. അവർ വളരെ ചൈൽഡിഷ് ആണ്, പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്, അധികം ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത, ആർക്കും വളയുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവരുടെ അഭിപ്രായം. അതുപോലെ ഈ ഇരകൾ ഈ ഹണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈസിലി റീപ്ലേസബിൾ ആണ്. ഹണ്ടർ ചിലപ്പോൾ അവരുടെ ഫ്രണ്ടിന് തന്നെ ഈ ഇരനെ ചിലപ്പോൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യും. ആളെ ഒന്ന് നീ വളയ്ക്കാൻ നോക്കിയാൽ പെട്ടെന്ന് വീഴുന്ന ടൈപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. ഓഫ് കോഴ്സ് ഇതൊന്നും ഇര അറിയുന്നുണ്ടാവില്ല, പക്ഷെ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഹണ്ടിങ് ചെയ്യുന്നത്, ആ പ്രോസസ്സിനെ കുറിച്ച് അറിയാൻ അടുത്ത വീഡിയോ കാണാം. എങ്ങനെയാണ് ഹണ്ടേഴ്സ് അപ്രോച്ച് ചെയ്യുന്നത്? ഹണ്ടേഴ്സ് മോസ്റ്റ്ലി നോക്കുന്നത് ഇമോഷണലി വീക്കായിട്ടുള്ള ആൾക്കാരെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രസ്ട്രേറ്റഡ് ഹൗസ് വൈഫ്സ്, അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലെ വിക്ടിംസ്, ലവ്ലെസ് മാരേജിൻ്റെ വിക്ടിംസ്, ബ്രേക്കപ്പ് ട്രോമ അനുഭവിക്കുന്നവർ, ഇങ്ങനെ ഇമോഷണലി വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഹണ്ടേഴ്സ് പൊതുവെ അപ്രോച്ച് ചെയ്യുക. ഹണ്ടേഴ്സിൻ്റെ ആദ്യത്തെ അപ്രോച്ചിൻ്റെ രീതി എന്ന് പറയുന്നത് എംപത്തൈസിങ് ആയിരിക്കും. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്ത് എംപത്തൈസ് ചെയ്യുക. എങ്ങനെ സാധിക്കുന്നു അവർക്ക് നിന്നോടൊക്കെ ഇത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ? നീ എന്തൊരു പാവമാണ്, നീ എത്ര എഫേർട്ടാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഓൾറെഡി എടുക്കുന്നത്, ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ലല്ലോ, ഇതിനേക്കാളൊക്കെ ഒരുപാട് സ്നേഹം സത്യത്തിൽ നീ അർഹിക്കുന്നുണ്ട്. ഇങ്ങനെ എംപത്തൈസ് ചെയ്തതിന് ശേഷം പിന്നെ അവർ നമ്മളെ കംഫർട്ട് ചെയ്യും. നമ്മുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യും, നമ്മുടെ കൂടെ പുറത്ത് പോവുക, ഔട്ടിങ്സിന് പോവുക, സിനിമയ്ക്ക് പോവുക, ഷോപ്പിങ്ങിന് പോവുക. പിന്നെ സാഹചര്യം കിട്ടുമ്പോഴൊക്കെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഒരിക്കലും പോസസീവ് ആവില്ല, കംപ്ലൈൻറ്റും പറയില്ല എന്ന് മാത്രമല്ല, കുറേ അറ്റൻഷനും കെയറും ലവും റെസ്പെക്റ്റും ഒക്കെ തരുകയും ചെയ്യും.
എക്സാക്ട്ലി ഈ കാര്യങ്ങളാണ് ഒരു ഇമോഷണലി വൾണറബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടത് എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഹണ്ടറിന് അയാളുടെ ബെനിഫിറ്റ്സ് ഓട്ടോമാറ്റിക്കലി കിട്ടി തുടങ്ങും. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു ബ്യൂട്ടിഫുൾ ലവ് റിലേഷൻഷിപ്പ് ആണെന്നേ തോന്നൂ. അടുത്ത വീഡിയോയിൽ ഹണ്ടിങ്ങിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഹണ്ടിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര വന്നാലും രണ്ട് അഡൽട്സ് മ്യൂച്വലി എഗ്രി ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലേ. അപ്പോൾ പിന്നെ അതിനെന്താണ് കുഴപ്പം? ഹണ്ടിങ്ങിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് അതിനകത്തെ ഒരാൾ വളരെ നൈവാണ്, മറ്റേ ആൾ ആദ്യം മുതൽക്കേ വെൽ പ്ലാൻഡ് ആണ് എന്നുള്ളതാണ്. ഹണ്ടർ ഈ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കാഷ്വലായിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു വെക്കും. നമ്മൾ ഇത്രയും പ്രണയത്തിലാണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തന്നെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ആ ഒരു സിറ്റുവേഷൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഈ ഇര ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കുകയും അത് സ്വയം സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇര ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കും കുറച്ചാളുകൂടെ കഴിയുമ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ എന്നെ കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വരുമായിരിക്കും, എല്ലാം ശരിയാവുമായിരിക്കും, നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ആഗ്രഹിക്കും. ഈ ഒരു ഡിഫറൻസ് ഇൻ മൈൻഡ് സെറ്റ്, അതായത് ഒരാൾ ആദ്യം മുതൽക്കേ വെൽ പ്ലാൻഡ് ആയിട്ട് കമ്മിറ്റ് ചെയ്യില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും മറ്റേ ആൾ ഒരുപക്ഷെ ഭാവിയിൽ ഇയാൾ എന്നെ കമ്മിറ്റ് ചെയ്തേക്കും എന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോകല്, ഈ ഒരു മൈൻഡ് സെറ്റിലെ ഡിഫറൻസ് തന്നെയാണ് ഹണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ഹണ്ടേഴ്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഹണ്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക? സത്യത്തിൽ സിമ്പിളാണ്. ഹണ്ടറിനോട് കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചാൽ മതി, അയാൾ ഏത് രീതിയിലും അത് ഒഴിവാക്കും. ഒരുപക്ഷെ അയാൾ ആദ്യം പറയാൻ പോകുന്നത് വിക്ടിമിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും ഇൻലോസും ഫാമിലിയൊക്കെ ഉള്ള ആളല്ലേ നീ എങ്ങനെ കമ്മിറ്റ് ചെയ്യാനാണ് എന്നെ എന്ന് പറയും. അപ്പോൾ ഈ ഹണ്ടറിനെ പുഷ് ചെയ്തിട്ട് ഈ വിക്ടിം ഒന്നുകൂടെ പറയുകയാണ്, ഇല്ല അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാം, പക്ഷെ നമുക്ക് എന്തായാലും കല്യാണം കഴിക്കാം എന്ന് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഹണ്ടറിൻ്റെ രണ്ടാമത്തെ ഫ്ലിപ്പ് നടക്കും. അപ്പോൾ അയാൾ പറയും, ഞാൻ ആദ്യം പറഞ്ഞതല്ലേ നമുക്ക് എന്തായാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതിനയാൾ പലതരത്തിലുള്ള റീസൺസ് ഒക്കെ പറയും. ചിലപ്പോൾ അത് അയാളുടെ റിലീജൻ ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട്, എൻ്റെ കരിയർ, അങ്ങനെ പല പല റീസൺസ് പറയും. പക്ഷെ ഉറപ്പായിട്ടും അയാൾ കമ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ പോയിന്റിൽ വെച്ച് മാത്രമാണ് ഈ ഇരയ്ക്ക് മനസ്സിലാകുന്നത് അവരൊരു ചീറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് വിക്ടിം വളരെയധികം സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുമ്പോഴും ഹണ്ടർ ഭയങ്കര കാമായിട്ട് തന്നെ നിലകൊള്ളും. അടുത്ത ഷോർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ഹണ്ടേഴ്സ് എന്നാണ്. ആരാണ് ഹണ്ടേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഹണ്ടിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഓപ്പർച്യൂണിറ്റിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണ് ഒരു ഹണ്ടർ എന്ന് പറയേണ്ടി വരും. ഹണ്ടേഴ്സ് നോക്കുന്നത് ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇമോഷണലി വൾണറബിൾ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും, നമ്മളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ തിങ്കിങ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ആ ഡിസിഷൻസ് തെറ്റാവാനുമുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു ഹണ്ടർ നമ്മളിലേക്ക് എത്തുന്നത്. അയാൾ നമ്മൾ ആ സമയത്ത് മാനിപ്പുലേറ്റ് ചെയ്യും, അയാൾക്ക് വേണ്ട ബെനിഫിറ്റ്സ് നമ്മളിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹണ്ടിങ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നാണ്. ഹണ്ടിങ് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വിട്ടിട്ട് മറ്റ് വ്യക്തികളിൽ നിന്ന് ഇമോഷണൽ സപ്പോർട്ട് എടുക്കാനായിട്ട് പോകുമ്പോൾ അവർ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ഇരയായി മാറിക്കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട് വ്യക്തികൾ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾ സൈക്കോളജിക്കലി വീക്കാണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്ത് നമ്മളുടെ പ്രോബ്ലംസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മാത്രം ഒരു റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യുക. ഒരു പ്രൊഫഷണൽ സ്പേസ് അല്ലാത്ത ഏത് സ്പേസും അൺസേഫ് ആണ് എന്ന് പറയേണ്ടി വരും. നമ്മൾ പോയി നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ഹണ്ടറിൻ്റെ മുൻപിലായിരിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ ഒരു ഇരയായി മാറുന്നുമുണ്ട്. അടുത്ത വീഡിയോയിൽ പറയുന്നത് ഹണ്ടറിനെ നമുക്കൊന്ന് ഹണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഒരു ഹണ്ടറിനെ ഹണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു പ്രൊഫഷണൽ സപ്പോർട്ടൊക്കെ എടുത്ത് നമ്മളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസിൽ നിന്നൊക്കെ പുറത്തു വന്നതിന് ശേഷം നമുക്ക് തോന്നുകയാണ് ഒരു ഹണ്ടറുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ആ നിമിഷം മുതൽ അത് നമ്മളുടെ പേഴ്സണൽ ശരിയാണ് എന്ന് പറയേണ്ടി വരും. രണ്ട് വ്യക്തികൾ അവരുടെ ആക്ഷൻസിൻ്റെയും ഇമോഷൻസിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വം എടുത്ത് പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ പിന്നെ ഹണ്ടർ അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് വരുന്നേ ഇല്ല. അത് പിന്നെ രണ്ട് പേര് തമ്മിൽ എഗ്രി ചെയ്ത് നടത്തുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, അതല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് റിലേഷൻഷിപ്പ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് നമ്മൾ ലൈഫ് ജീവിക്കുക. അടുത്ത വീഡിയോ ഈ സീരീസിൻ്റെ ഒരു കൺക്ലൂസീവ് വീഡിയോ ആയിരിക്കും. ഹണ്ടിങ് ജെൻഡർ സ്പെസിഫിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. അത് എക്സാമ്പിളിലൂടെ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഹണ്ടിങ്ങിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് സെക്ഷൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഹണ്ടിങ്ങിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പൈസ ഒരു ബെനിഫിറ്റായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുഗർ ഡാഡി കോൺസെപ്റ്റ് പറയുന്നത് പോലെ. പക്ഷേ ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വെൽ പ്ലാൻഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റ് ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത് ഇപ്പോൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന് വേണ്ടി യൂസ് ചെയ്യുക, സിനിമയ്ക്ക് പോകാൻ വേണ്ടി, ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി, ഗിഫ്റ്റ് മേടിച്ച് തരാൻ വേണ്ടി യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി നമ്മുടെ കൂടെ കറങ്ങി നടക്കണം, അപ്പോൾ മറ്റുള്ളവർ പറയും കണ്ടോ അവൻ്റെ കൂടെ നടക്കുന്ന ആ പെൺകുച്ചിനെ കണ്ടോ എന്ന ആൾക്കാർ പറയുക. അല്ലെങ്കിൽ ഒരു നല്ലൊരു മസിലൊക്കെ ഉള്ളൊരു പയ്യൻ നമ്മുടെ കൂടെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ കണ്ടോ അവൾക്ക് കണ്ടോ ഒരു അടിപൊളി പയ്യനെ കിട്ടി എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു കൂട്ടായിട്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ പൊക്കി പറയാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഒരാളെ കൊണ്ട് നടത്തുക, അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. സോ ബേസിക്കലി ഹണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജെൻഡർ സ്പെസിഫിക് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഹണ്ടിങ്ങിൻ്റെ സീരീസിലെ ഒരു കൺക്ലൂസീവ് വീഡിയോ ആയിരുന്നു ഇത്. ഈ എല്ലാ ഷോർട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലസ്റ്റേർഡ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം.